എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എന്നും ചെറുപ്പമായിട്ടിരിക്കാനും അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കാനൊക്കെ നമ്മളൊരു 3 ആഴ്ച കൂടുമ്പോഴെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്ലീനപ്പ് എന്നുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ പാർലറിൽ ചെയ്തു കൊടുക്കുന്ന അതേ രീതി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. അതും നമ്മുടെ വീട്ടിൽ നമ്മൾ നിത്യ ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് വളരെ കൃത്യമായിട്ടും അതിന്റെ പ്രോപ്പറായ രീതിക്ക് അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ വൈഡായിട്ട് നെക്കുള്ള ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇടുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു ബാൻഡ് തലയിലേക്ക് കെട്ടിക്കൊടുക്കാം. കാരണം അത് മുടിയൊക്കെ നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്ന് നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിസ്റ്റർബ് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലെൻസിങ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തുപയോഗിച്ചാണ് ഫേസ് ക്ലെൻസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കാം. ഇവിടെ ഞാനിപ്പോൾ ഹിമാലയയുടെ നീമിൻ്റെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടാണ് ക്ലെൻസ് ചെയ്യണത്. അപ്പോൾ ക്ലെൻസ് ചെയ്യുന്ന സമയത്തും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ശകലം ക്ലെൻസർ കയ്യിലേക്ക് എടുത്തതിന് ശേഷം ശകലം വെള്ളം ചേർത്ത് നന്നായിട്ട് അത് 2 കൈയിലേക്കും ഒന്ന് ആക്കിയതിന് ശേഷം മുഖത്ത് എല്ലാ ഭാഗത്തേക്കും നമുക്ക് കഴുകാനുള്ള എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് അത് റിമൂവ് ചെയ്യുക. അപ്പം നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കൈ ഡ്രൈ ആകുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കൈ വെള്ളം ചേർത്തതിന് ശേഷം നനച്ച് സ്മൂത്തായിട്ട് നമ്മുടെ ഫേസിൽ കൂടെ നമ്മുടെ കൈ മൂവ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് സ്മൂത്തായിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് മുഖമൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം. വാഷ് ചെയ്തതിന് ശേഷം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ടവൽ കൊണ്ട് തന്നെ മുഖമൊക്കെ ഒന്ന് തുടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീമിംഗ് ആണ്. അപ്പോൾ സ്റ്റീം എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ സ്റ്റീമറിലും അയൺ റോഡൊക്കെ ഉള്ള സ്റ്റീമർ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഫേസ് ക്ലീൻ ചെയ്യാനാണെങ്കിലും അല്ലാതെ നമുക്ക് സുഖമായിട്ടിരിക്കുന്ന സമയത്ത് സ്റ്റീമൊക്കെ എടുക്കുവാണെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് അയൺ റോഡ് തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് ഉപയോഗിച്ചതിന് ശേഷം കറക്റ്റായിട്ട് വാഷ് ചെയ്ത് ഉണക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നുണ്ടെങ്കിൽ ആ വെള്ളം അവിടെ കിടന്ന് നമുക്കത് നമ്മുടെ മുഖത്തേക്കും അല്ലെങ്കിൽ ഉള്ളിലേക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ അത് വളരെയധികമായിട്ട് നമ്മളെ ദോഷം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ സ്റ്റീം അതിപ്പോൾ ഞാൻ സ്റ്റീമറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റീം എടുക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഫേസിലേക്ക് സ്റ്റീം എടുത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണോ നമ്മുടെ ഫേസിൽ കൂടുതൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് അല്ലെങ്കിൽ കുരുക്കളൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഏരിയ, മെയിനായിട്ട് നമ്മുടെ ചിന്നിൻ്റെ സൈഡ്, ചെവിയുടെ സൈഡ്, കവിള്, അതുപോലെ നോസിന്റെ 2 സൈഡുകൾ, അതുപോലെ തന്നെ നെറ്റിയുടെ മുകൾ ഭാഗം, അതായത് തലയോട് മുടിയോട് ചേർന്നിരിക്കുന്ന ഭാഗത്തൊക്കെ ആയിരിക്കും ഒരുപാട് ആൾക്കാരുടെയും കുരുക്കളൊക്കെ കാണാനുള്ള സാധ്യത. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് സ്റ്റീം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ എൻ്റെ ഈ സ്റ്റീമറിനകത്ത് വളരെ കുറച്ചാണ് സ്റ്റീം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് കവർ ചെയ്തിട്ട് സ്റ്റീം എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം കവർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എനിക്ക് ഉള്ളിലേക്ക് സ്റ്റീം വരികയും എൻ്റെ മുഖം നന്നായിട്ട് വേഗം വെറ്റാവുകയും ചെയ്യും. അപ്പം നമ്മൾ സ്റ്റീം എടുക്കേണ്ട സമയം എത്രയാണെന്ന് പലർക്കും അറിയത്തില്ലായിരിക്കും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ മുഖം വെറ്റാവണത് വരെയാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ മുഖത്ത് നന്നായിട്ട് വെള്ളമയമുണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ സ്കിന്ന് സോക്കായിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ വെള്ളം നന്നായിട്ട് ഒഴുകി വരുന്നുണ്ടാകും. ആ ഒരു സമയം വരെയാണ് നമ്മൾ സ്റ്റീം എടുക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് കാണാൻ എൻ്റെ മുഖമൊക്കെ നന്നായിട്ട് വെള്ളം വന്നിരിക്കണത്. അപ്പം ഈ ഒരു സമയം വരെയാണ് നമ്മൾ സ്റ്റീം എടുക്കേണ്ടത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഇതിൻ്റെ പേര് പിമ്പിൾ സ്റ്റിക്ക് എന്നാണ്. അപ്പോൾ ആ പിമ്പിൾ സ്റ്റിക്ക് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഒരു 10-15 രൂപ, എന്തായാലും 50 രൂപയിൽ താഴെ ഉണ്ടാവത്തുള്ളൂ. പിന്നെ നമ്മൾ ഒരു പീസ് കോട്ടനും കൂടെ നനച്ചിട്ട് നമ്മുടെ കൈ വെക്കുക. കാരണം അത് നമ്മുടെ മുഖത്തുനിന്ന് റിമൂവ് ചെയ്യുന്ന വൈറ്റ് ഹെഡ്സിൻ്റെ ബ്ലാക്ക് ഹെഡ്സിൻ്റെ ഒക്കെ ആണി ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അത് നമ്മുടെ മുഖത്തേക്ക് പിന്നെ നമുക്ക് ഈ പിമ്പിൾ സ്റ്റിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ. അതിനുശേഷം നമ്മൾ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ മൂക്കിന്റെ സൈഡുകളിലും എവിടെയൊക്കെയാണ് നമ്മുടെ പിമ്പിൾസും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഇരിക്കുന്നത് അവിടെ ഒന്ന് പതുക്കെ
പ്രസ് ചെയ്ത് ആ പിമ്പിൾ സ്റ്റിക്ക് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് അവിടുന്ന് ഇങ്ങ് പോകുന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. കാരണം നമ്മുടെ സ്കിന്ന് സോക്കായിട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീം എടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പോര് നന്നായിട്ട് ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് വിഷമം ഇരിക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമ്മുടെ പോറിൽ നിന്ന് അഴുക്കും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ നോസിൻ്റെ സൈഡും ചിന്നിൻ്റെ സൈഡും ഒക്കെ നോക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ കൈ കൊണ്ടൊന്ന് ഫീൽ ചെയ്ത് നോക്കണം. നമ്മുടെ ഫിംഗർ വെച്ചിട്ട് മുഖം ഫുള്ളൊന്ന് ഫീൽ ചെയ്ത് നോക്കണം. അപ്പോൾ എവിടെയെങ്കിലും നമുക്കൊരു മുള്ളു കുത്തുന്ന പോലത്തെ ഫീല് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അതിനകത്ത് അതിൻ്റെ ആണി ഉണ്ട് എന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ പോർസിനകത്ത് വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ ഒക്കെ ഇരിപ്പുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ അത് നമ്മൾ ആ പിമ്പിൾ സ്റ്റിക്കിൻ്റെ ബാക്ക് വശത്ത് ഒരു ചെറിയ ഹോള് പോലെയുണ്ട്, അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് തന്നെ ഇങ്ങോട്ട് റിമൂവ് ആയി പോകുന്നോളും. പിന്നെ നമ്മൾ ഈ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ ചില സ്ഥലത്ത് ഇങ്ങനെ കുരുകൾ പോലെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് കാണും. അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് താണു പൊക്കോളും. കാരണം അത് നമ്മുടെ സ്കിന്നിനകത്തുനിന്ന് നമ്മൾ ആ ഡേർട്ടൊക്കെ റിമൂവ് ചെയ്തത് കൊണ്ട് ആ സമയത്ത് ഇങ്ങ് പൊന്തി വരണതാണ്. അപ്പം അതങ്ങ് മാറിപ്പൊക്കോളും. അപ്പം നമ്മൾ നന്നായിട്ട് ഫേസിലൊക്കെ ഒന്ന് കൈകൊണ്ട് നോക്കിയതിന് ശേഷം നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഡെഡ് സ്കിൻസും ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് സ്ക്രബാണ് അടുത്തത് ചെയ്യേണ്ടത്. അപ്പോൾ സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ ആട്ടപ്പൊടിയാണ് ഇവിടെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ 1 സ്പൂണ് ആട്ടപ്പൊടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തവിടോട് കൂടിയ ആട്ടപ്പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു ചെറിയ തരിപ്പുണ്ട്, അതായിരിക്കും നല്ലത്. പിന്നെ എനിക്ക് ഒരുപാട് തരിയുള്ള ഇത് വെച്ചിട്ട് ഞാൻ സ്ക്രബ് ചെയ്യാറില്ല. ഒരുപാട് തരിയുള്ളത് വെച്ചിട്ട് സ്ക്രബ് ചെയ്യാതിരിക്കണയാണ് നല്ലത്. കാരണം അത് നമ്മുടെ സ്കിന്നിൽ സ്ക്രാച്ചസ് ഉണ്ടാക്കാനും അതുപോലെ നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ കൂടെ ചെറിയ വളരെ നേർത്ത ഞരമ്പുകളൊക്കെയാണ് പോകുന്നത്. അതിനൊക്കെ ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് ഡാർക്ക് കളറൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആട്ടപ്പൊടി അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര ഫൈനായിട്ട് ഒരു ചെറിയ തരിപ്പ് ഇതിനുണ്ട് താനും, എന്നാൽ ഒരുപാട് ഹാർഡായിട്ടുള്ള തരിപ്പില്ല താനും. അപ്പൊ അതുപോലത്തെ ആട്ടപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ മഞ്ഞപ്പൊടി നമുക്കറിയാം, നമ്മൾ ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്ത സമയത്ത് നമ്മുടെ അവിടുത്തെ പോറിൽ നിന്ന് അതിങ്ങ് ഇളകി പോന്നപ്പോൾ അവിടുത്തെ ചിലപ്പോൾ ബ്ലഡ് ഒക്കെ വരുവോ, ചിലപ്പോൾ ഇങ്ങനെ വാട്ടറി ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ വരുവോ ഒക്കെ ചെയ്യാം. അപ്പൊ അതിനെയൊക്കെ ക്യൂർ ചെയ്യാനും അതുപോലെ നമ്മുടെ സ്കിന്നിന് നല്ല കളർ തരാനും ഒക്കെ ആയിട്ട് വളരെ നല്ലതാണ് മഞ്ഞപ്പൊടി. അപ്പം നമ്മൾക്ക് ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾപ്പൊടി ആണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് മിക്സ് ആവാൻ ആവശ്യത്തിനുള്ള തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ കുറച്ച് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ഹാർഡായിട്ട് ഇരിക്കുവാന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ തൈരിനകത്ത് വെള്ളം ഉണ്ടല്ലോ, അപ്പൊ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ അത് വളരെ നല്ലതാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് ഒരു പേസ്റ്റ് പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കുക, നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പരുവത്തിന്. അപ്പോൾ ഇതേ ഞാൻ ഇവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരുപാട് വാട്ടറി ആവാൻ പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിയായിട്ടിരിക്കാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ഇതിന് ശേഷം നമുക്ക് ഇനി നമ്മുടെ ഡ്രസ്സിലേക്കൊക്കെ ആകാതിരിക്കാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു ടവല് നമ്മുടെ നെക്കിന് ചുറ്റും ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡ്രസ്സിലേക്ക് പറ്റാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനത് ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് ഇട്ടില്ല, ഇടാൻ മറന്നുപോയി. ഞാൻ എടുത്തോണ്ട് പോയായിരുന്നു, പക്ഷെ ഞാൻ ഇടാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഇതുപോലെ അങ്ങ് ടക്ക് ചെയ്ത് വെച്ചാൽ മതി. കണ്ടോ, അപ്പൊ ഞാനിവിടെ തോർത്താണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ടവലോ തോർത്തോ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളത് എടുത്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിത് ചെയ്യണ സമയത്ത് നമ്മുടെ മാലയും കൂടി ഒക്കെ ഒന്ന് ഊരി വെക്കുവാണെങ്കിൽ നമുക്ക് ഫുള്ള് നെക്കും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനിയിപ്പോ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതേ ഞാൻ മൊത്തം പരട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പരട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ചെവിയുടെ പുറക്, നെക്ക് ഇങ്ങനെ എക്സ്പോസ് ആയിട്ട് നിൽക്കുന്ന എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് പരട്ടി കൊടുക്കണം. അപ്പൊ ഞാൻ നന്നായിട്ട് പരട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് സ്ക്രബ് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ സ്ക്രബ് ചെയ്യുന്നത് കൊണ്ട് ഇതേ ഞാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഫേഷ്യൽ ടിഷ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ഫേഷ്യൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ടിഷ്യൂ ആണ്. അപ്പൊ അതും ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ടിഷ്യൂ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പീസ് തുണി എന്തെങ്കിലും എടുത്താൽ മതി, ടവലോ എന്തെങ്കിലും ആയാലും മതി. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് പയറുപൊടിയോ അരിപ്പൊടിയോ എന്ത് വേണേലും ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുമ്പം തരി വളരെ കുറഞ്ഞത് ഉപയോഗിക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. പിന്നെ അപ്പോൾ ഇനി നമുക്ക് സ്ക്രബ് ചെയ്യാം. അപ്പൊ സ്ക്രബ് ചെയ്യുന്നതിന് മുന്നേ 2 കൈയും ആദ്യം ഒന്ന് വെറ്റാക്കണം, അതിനുശേഷം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പൊ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരുപാട് അമർത്തി ചെയ്യാതെ തന്നെ നമ്മളിങ്ങനെ സോഫ്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ കഴിഞ്ഞ 1-2 വീഡിയോയിൽ ഞാൻ ഫേഷ്യൽ മസാജിങ് സ്റ്റെപ്പ് ഇട്ടത് കാരണം അത് കണ്ടവർക്കൊക്കെ വളരെ ഉപകാരമായിരിക്കും. അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയവർക്ക്. കാരണം നമ്മുടെ ഇത് സ്ക്രബ് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. കണ്ടോ, എല്ലാ ഭാഗവും നമ്മുടെ ചിന്ന് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്ക്രബ് ചെയ്യാം, സിസേഴ്സ് മസാജ് ചെയ്യുന്ന പോലെ. അതുപോലെ ലിപ്സിന് ചുറ്റും ഇങ്ങനെ മസാജ് ചെയ്യാം. അതുപോലെ ലിപ്സിന്റെ സൈഡുകൾ ഇങ്ങനെ S&8 എന്നുള്ള രീതിക്കും സർക്കുലർ മോഷനിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. കവിള് ഇങ്ങനെ ചെയ്തു കൊടുക്കാം. അപ്പൊ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ആ സ്റ്റെപ്പുകൾ ഫുള്ളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് നേരം നമ്മുടെ സ്കിന്നിലെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഒന്ന് ഇളകി പോവാനായിട്ട് നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതൊന്ന് തുടച്ചു മാറ്റാം. അപ്പൊ ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇതും കൊണ്ട് അങ്ങ് തുടച്ചു മാറ്റിയാൽ മതി, എളുപ്പമുണ്ട്. അപ്പോൾ നമ്മള് സ്ക്രബ് കഴുകി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മുഖമൊക്കെ നല്ല തിളങ്ങാൻ തുടങ്ങിയില്ലേ. ഇനിയിപ്പോ നമുക്ക് പാക്കാണ് ഇടേണ്ടത്. പാക്ക് ഇടാനായിട്ട് ഞാൻ പാക്കിന് വേണ്ടിയിട്ട് ഇവിടെ 1 സ്പൂൺ ഹണിയാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. 1 സ്പൂണൊന്നുമില്ല, നമ്മുടെ മുഖത്തിന് എന്തോരാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര എടുത്താൽ മതി. പിന്നെ ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ഒരു പീസ് പപ്പായയാണ്. ഞാൻ ഇതും കൂടി ഇതിലേക്ക് അങ്ങ് നന്നായിട്ട് അങ്ങ് സ്മാഷ് ചെയ്തിട്ട് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എപ്പോഴായാലും സ്ക്രബ് ചെയ്തതിന് ശേഷം മസ്റ്റായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സിന്റെ എക്സ്ട്രാക്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഓറഞ്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ മസ്റ്റായിട്ടും ഹണി ഉപയോഗിക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. കാരണം ഓറഞ്ചൊക്കെ നമ്മുടെ ഡ്രൈ സ്കിന്നുള്ളവരുടെ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആക്കാനുള്ള കാരണമാകും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം എല്ലായിടത്തേക്കും. അപ്പോൾ ഇതിപ്പോ ഞാൻ ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിതൊരു 5-6 മിനിറ്റ് ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ ആ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ലിപ്സ് ഒന്ന് ഇതും കൊണ്ടൊന്ന് സ്ക്രബ് ചെയ്തും കൊടുക്കാം. അപ്പൊ ഇത് നമ്മുടെ പാക്ക് ഉണങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടതേ, ഇത് നമുക്ക് ഇങ്ങനെ തൊടുമ്പോൾ മനസ്സിലാകും. കണ്ടോ, നമ്മുടെ പാക്ക് ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ഇത് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്ക്രബ് ഇട്ടതിന് ശേഷം മസ്റ്റായിട്ട് നമ്മൾ പാക്ക് ഇടണം. കാരണം പാക്ക് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ പോർസ് ഓപ്പൺ ആകും. അപ്പോൾ ആ ഓപ്പൺ ആയിരിക്കുന്ന പോർസിലേക്ക് നമ്മൾ വെളിയിൽ നിന്ന് വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് തുടച്ച് കളയാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ശകലം തണുത്ത വെള്ളമാണ്. തണുത്ത വെള്ളം ഉപയോഗിച്ച് നമ്മൾ തുടയ്ക്കുന്നത് നമ്മുടെ സ്കിന്നിന്റെ പോറൊന്ന് ചുരുങ്ങിയിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അതുവഴി പുറത്തുനിന്നുള്ള പൊടിയും ചെളിയൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് വീണ്ടും കയറാതിരിക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇനി നമുക്ക് ഞാനിവിടെ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, തണുത്തത് ഫ്രഷ് വാട്ടർ നേരത്തെ കളഞ്ഞു. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് തണുത്ത വെള്ളമാണ്. അപ്പം അതിലേക്ക് കൈ ഒന്ന് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് തുടച്ച് കളയാം.
അപ്പോൾ ഇപ്പോൾ ഞാൻ തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് തുടച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറും അതുപോലെ തന്നെ സൺസ്ക്രീനും ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അതുപോലെ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.